ദിനംതോറും തൻ്റെ ക്രൂശ് വഹിച്ചുകൊണ്ട് എന്നോട് ചേർന്ന് ജീവിക്കണം എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പത്രോസിൻ്റെ ലേഖനത്തിൻ്റെ ചിന്തകൾ നാം തുടരുകയാണ്. ഏകദേശം അവസാനിക്കാറായിരിക്കുന്നു. എങ്കിലും ദൈവം ഇത്രത്തോളം കൃപ ചെയ്തു. നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന അതിന് ഒത്തിരി സഹായിച്ചു. വളരെ ലളിതമായ ആത്മീക പാഠങ്ങൾ ഞാൻ പഠിച്ചത്, പാലിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളുമായിട്ട് പങ്കിട്ടു. അത് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ചിന്തയുടെ ആധാരമായിട്ട് നമുക്ക് 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 1 പത്രോസ് 5-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളികളുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചു കൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവിൻ. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഓക്കെ, ഈ 5-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിലെ വിഷയം നമുക്ക് ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സഭാ നേതൃത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ മൂപ്പന്മാരെക്കുറിച്ച്, അവരുടെ ശുശ്രൂഷയെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് അതേസമയം വളരെ സവിസ്തരം വിവരിച്ചിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഈ വേദഭാഗം. നാം ഇതിൻ്റെ 3-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ കുടുംബ ജീവിതത്തെക്കുറിച്ച്, ഭാര്യ ഭർത്താക്കന്മാരുടെ കടപ്പാടുകളെക്കുറിച്ചുള്ള പ്രമാണങ്ങളാണ് നാം അവിടെ എഴുതിയിരിക്കുന്നതെങ്കിൽ തന്നെയും നമുക്കെല്ലാവർക്കും പാലിക്കാവുന്ന പാഠങ്ങൾ, തത്വങ്ങളാണ് അതിൽ നിന്നെടുത്ത്. അതുപോലെ തന്നെ ഈ 4 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന, മൂപ്പന്മാരായ സഹോദരന്മാർക്ക് മാത്രമല്ല എല്ലാ ദൈവമക്കൾക്കും പഠിക്കാവുന്ന ചില പ്രായോഗിക പാഠങ്ങളാണ് ഇന്ന് പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ 4 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നിങ്ങളിലുള്ള മൂപ്പന്മാരെ, പിന്നെ ഒരു കൂട്ടുമൂപ്പനും, അതുപോലെ തന്നെ പ്രബോധിപ്പിക്കുന്നത്, മേയിച്ചു കൊള്ളുവിൻ, അധ്യക്ഷത ചെയ്യുവിൻ എന്നുള്ള പദങ്ങളൊക്കെ ഒരു പ്രത്യേകമായ സത്യം അത് എൻ്റെ മനസ്സിലേക്ക് പ്രകാശിപ്പിച്ചു. ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് ആ ഭാഗം ഒന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, നമുക്കറിയാം നമ്മുടെ കർത്താവാണ് ഏറ്റവും ഇടയ ശുശ്രൂഷയ്ക്ക്, അല്ലെങ്കിൽ നല്ല ഇടയൻ നമ്മുടെ കർത്താവാണ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് നാം വായിക്കുന്നത്, നാം ഭക്തകവി നാഗൽ സാഹിബ് എഴുതിയിരിക്കുന്നത് തൻ പിതാവിൻ ഹിതം മോദമോടുടൻ ചെയ്തോനെ എന്നുള്ളതാണ്. പിതാവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ശുശ്രൂഷ ചെയ്ത പുത്രനെ നമുക്ക് തിരുവെഴുത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ പഴയ നിയമത്തിലേക്ക് നാം വരുമ്പോൾ ഏറ്റവും നല്ല ഒരു മാതൃക ഇടയനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ദാവീദിനെക്കുറിച്ചാണ്. ദാവീദിനെക്കുറിച്ച് നാം 78-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട്. അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ നടത്തി എന്നുള്ളത്. ആ ദാവീദിനെക്കുറിച്ച് തന്നെ പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തികളിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നത് ദാവീദ് തൻ്റെ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ പദപ്രയോഗങ്ങൾ ആ രീതിയിലേക്കുള്ള ചിന്തയിലേക്ക് എന്നെ നടത്തിയപ്പോൾ അടുത്ത തലക്കെട്ടായിട്ട് നാം ചിന്തിക്കാൻ പോകുന്നത് അതാണ്: സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ദൈവിക ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. ഇവിടെ ആദ്യ ഭാഗത്ത് മൂപ്പന്മാരെക്കുറിച്ച് അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ നമ്മെല്ലാവരെയും സംബന്ധിച്ചും അത് വാസ്തവമാണ്. നാം വാസ്തവമായി കർത്താവിൽ ആശ്രയിച്ച് ചാരി ദിനംതോറും നമ്മുടെ ക്രൂശ് എടുത്തുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് കർത്താവിൻ്റെ ഇഷ്ടം നമ്മിൽ നിറവേറണമെന്നുള്ള ഉത്കടമായ ആഗ്രഹത്തോടു കൂടെ ജീവിക്കുമ്പോൾ നാം ജീവിക്കുന്ന ഈ തലമുറയിൽ കർത്താവിൻ്റെ ആലോചനയ്ക്കനുസരിച്ച് ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ള സത്യം നമുക്ക് ആ പ്രയോഗങ്ങളിൽ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നാം ഈ 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എങ്ങനെ അത് ചെയ്യരുത് എന്നുള്ളതും ഈ 4 വാക്യങ്ങളിലുള്ള ക്രിയാപദങ്ങളിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതാണ് ഇന്ന് ഒരുമിച്ച് ചിന്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും.
എങ്ങനെ അത് ചെയ്യണം എന്നുള്ളത് നമുക്ക് തുടർന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഒന്നാമത്തെ വാക്യത്തിലാണ് അത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഒരു പാഠം എന്ന് പറയുന്നത് അത് പ്രബോധനത്തിലൂടെ അല്ലെങ്കിൽ പ്രബോധിപ്പിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇവിടെ സഭാ നേതൃത്വത്തെക്കുറിച്ച് ചില പൊതു സത്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുന്നത് മൂപ്പന്മാരെ എന്നുള്ള പ്ലൂറൽ സെൻസാണ്, ബഹുവചന പ്രയോഗമാണ്. യാക്കോബിൻ്റെ ലേഖനത്തിലും ഫിലിപ്പ് ലേഖനത്തിലും അപ്പോസ്തല പ്രവൃത്തികളിലൊക്കെ മൂപ്പന്മാരെക്കുറിച്ച് ഉപയോഗിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം ബഹുവചന പ്രയോഗമാണ് കാണുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ സഭയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ട് ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒന്നിലധികം മൂപ്പന്മാർ ഉണ്ടാകണം എന്നുള്ള സത്യം നമുക്ക് അറിവുള്ളതാണ്. അപ്പോൾ അത് നമ്മെ പഠിപ്പിക്കുന്നത് അത് ഐക്യത ഉണ്ടാകണമെന്നുള്ളതാണ്. ആ ശുശ്രൂഷയിൽ കൂട്ടുമൂപ്പൻ എന്നുള്ള രീതിയിൽ നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും എന്നുള്ള ആശയം വരുമ്പോൾ ഐക്യതയുടെ ഒരു ചിത്രം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്നിലധികം ആളുകളുണ്ട്, പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ ഒരു ഏകാധിപതിയെ പോലെ എൻ്റെ അഭിപ്രായങ്ങൾ മാത്രം നിറവേറണം എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങളൊന്നും അതിൽ പാടുള്ളതല്ല. മറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഏകാഭിപ്രായത്തോടുകൂടെ സഭയെ ശുശ്രൂഷിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ, ആ കൂട്ടുമൂപ്പൻ എന്നുള്ള പ്രയോഗത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു കാര്യം അവിടെ രണ്ടാമത്തെ വാക്യത്തിലുള്ളത് ഒരു ആമുഖം എന്നുള്ളതിൽ പറയുകയാണ്, നിങ്ങളുടെ വിചാരണയിലുള്ള എന്നുള്ളത്. അപ്പോൾ അത് വിശ്വസ്തയോടെ ചെയ്യണം. നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങൾ സ്റ്റുവാർഡാണ്, നിങ്ങളെ കാര്യവിചാരകത്വം ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് വിശ്വസ്തയോടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷ എന്നുള്ള ചിത്രം നമുക്കത് ആ വാക്ക് നൽകുന്നുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല മേയിച്ചു കൊള്ളുവിൻ എന്നുള്ളൊരു പ്രയോഗമുണ്ട്. ഫീഡ് എന്നുള്ള പദമാണ് ഇംഗ്ലീഷിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നല്ല ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ വളരെ വചന നിശ്ചയമുള്ളവരായിരിക്കണം, ആ നിശ്ചയത്തോടെ ശുശ്രൂഷിക്കണം എന്നുള്ളതും നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ ദൈവിക ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അതിലൊന്നാമത്തെ ഒരു വിഭാഗത്തെക്കുറിച്ച് നാം ഇവിടെ കാണുന്നത് മൂപ്പന്മാരാണ്. അത് ഒന്നിൽ കൂടുതൽ ഉണ്ടാകണം എന്നുള്ളത് ഇവിടെ പഠിക്കാൻ സാധിക്കും. പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് ഐക്യത അവരിൽ വെളിപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല അത് വിശ്വസ്തയോടെ ചെയ്യണം, കാരണം അതവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഒരു കാര്യവിചാരകത്വത്തിൻ്റെ ചിത്രം നമുക്കവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മേയിച്ചു കൊള്ളുവിൻ, അവർക്കാവശ്യമുള്ള ഭക്ഷണം കൊടുക്കേണ്ട പ്രാഥമികമായ ഉത്തരവാദിത്വം അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഈ വേദഭാഗം ഒരു ക്രമമായി ചിന്തിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഒന്നാമതായിട്ട് എങ്ങനെ അത് ചെയ്യണം എന്ന് നാം ചിന്തിക്കുമ്പോൾ ആ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്ന ആ പ്രയോഗം പ്രബോധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ആ മൂപ്പന്മാരെ പ്രബോധിപ്പിക്കുകയാണ്. അതിൻ്റെ കാരണം തൊട്ട് മുകളിൽ നാം കഴിഞ്ഞ ആഴ്ച ഓർത്തതുപോലെ അഗ്നിശോധനയാണ്. ഈ ലോകത്തിന് വരാൻ പോകുന്നത് തീ കൊണ്ടുള്ള ന്യായവിധി അത് പത്രോസിൻ്റെ 2-ാം ലേഖനത്തിൽ പറയുന്നുണ്ട്. എന്നാൽ അതിനു മുൻപ് ദൈവജനത്തിന് അഗ്നിശോധനയുണ്ട്. അത് അവരെ കൂടുതൽ ശുദ്ധിയുള്ളവരാക്കി തീർക്കുവാൻ, കുറെ കൂടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, കുറെ കൂടെ ശോഭയുള്ളവരാക്കുവാനായിട്ടാണ് എന്നുള്ളത് പറയുകയാണ്. അതിൽ നേതൃത്വത്തിൻ്റെ പങ്ക് വളരെ വലുതാണ് എന്നുള്ളതാണ് ഈ 5-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം അതിൻ്റെ തൊട്ടുമുകളിൽ ഈ അഗ്നിശോധനയെക്കുറിച്ച് പറഞ്ഞ് നമുക്കറിയാം, തിരുവെഴുത്തിൽ എഴുതുമ്പോൾ അധ്യായങ്ങളും വാക്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ അതൊരു ക്രമത്തിൽ ഇങ്ങനെ എഴുതി വന്നപ്പോൾ അതിന് തൊട്ടുമുകളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവജനത്തിന് ഒന്നാകെ, പ്രത്യേകിച്ച് 1-ാം നൂറ്റാണ്ടിൽ നീറോ ചക്രവർത്തിയുടെ ഭരണത്തിന് കീഴിൽ വിശ്വാസികളെ തുണികൾ ചുറ്റി തീപ്പന്തങ്ങളാക്കി നിർത്തുന്നതും അതിൻ്റെ മധ്യേ രഥസവാരി ചെയ്യുന്ന നീറോ ചക്രവർത്തിയുടെ ചരിത്രം നാം വായിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള അഗ്നിശോധന തന്നെ സഭയ്ക്ക് കേവലം 1-2 വ്യക്തികൾക്ക് അവിടെ ഇവിടെ നേരിടുന്നതല്ല, സഭയ്ക്ക് ഒന്നായി ആ നൂറ്റാണ്ടിൽ നേരിടുകയാണ്. അങ്ങനെ നേരിടുമ്പോൾ നേതൃത്വത്തിൻ്റെ സ്റ്റാൻഡ് വളരെ ഉറച്ചതായിരിക്കണം. അതുകൊണ്ട് വളരെ നിശ്ചയത്തോടുകൂടെ പത്രോസ് പ്രബോധിപ്പിക്കുന്നതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ആ പദം നമ്മെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാനിന്ന് ആദ്യമായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. മൂലഭാഷയിലെ ആ പദത്തിൻ്റെ അർത്ഥം
ആ മൂലഭാഷ അറിയുന്ന ആളുകൾ എഴുതി വച്ചിരിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയത് ഇങ്ങനെയാണ്: ഉപദേശം, മുന്നറിയിപ്പ്, ഉത്സാഹം, ആശ്വാസം എന്നിങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ ഈ മനോഹരമായ ഒറ്റ വാക്കിനുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരു ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് നാം ശുശ്രൂഷ ചെയ്യുമ്പോൾ അത് പ്രബോധനത്തിലൂടെ ചെയ്യണം എന്നുള്ളത് നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ പ്രബോധനത്തിൽ എന്തെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളത് ആ വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ്. നാം അത് ഉപദേശം ഉണ്ട് എന്നുള്ളതാണ്. എന്താ ശരി, എന്താ തെറ്റ് എന്നുള്ളത് ആടുകൾക്ക് ഭരമേൽപ്പിച്ചിരിക്കുന്ന ആടുകളോട് കൃത്യമായി പറയാനായിട്ട് സാധിക്കേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ചിലരോട് ചിലപ്പോൾ എത്ര ശരിയും തെറ്റും ഉപദേശിച്ചു കൊടുത്താലും അവർക്ക് തെറ്റിലേക്ക് പോകാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വ്യക്തമായ മുന്നറിയിപ്പ് കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തെക്കുറിച്ചും നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില ആളുകൾ വളരെ കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും, എന്നാൽ അവരെ ആ രീതിയിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നവരുണ്ടായിരിക്കാം. അങ്ങനെയുള്ളവരെ ഉത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. തണുത്തിരിക്കുന്നവർ ചിലപ്പോൾ ജീവിതത്തിൻ്റെ വിവിധങ്ങളായ സാഹചര്യത്തിൻ്റെ ഞെരുക്കം മുഖാന്തരം വളരെയധികം ശോചനീയമായ അവസ്ഥയിലൂടെ പോകുമ്പോൾ അവരെ ഒന്ന് തട്ടേണ്ടത്, തണുപ്പിക്കേണ്ടത്, ഉത്സാഹിപ്പിക്കേണ്ടത് ആവശ്യം. അതുപോലെ തന്നെ അഗ്നിശോധനയ്ക്ക് സമാനമായ ശോധനകളിലൂടെ കടന്നു പോകുമ്പോൾ അങ്ങനെയുള്ളവരെ ആശ്വസിപ്പിക്കേണ്ടത് ആവശ്യം. അപ്പോൾ പ്രബോധനത്തിലൂടെ നമുക്ക് ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. ആ പ്രബോധനം എന്ന വാക്കിൻ്റെ അർത്ഥതലത്തിൽ നിന്ന് തന്നെ നമുക്ക് അത് ഒരുപാട് സത്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ പ്രബോധിപ്പിക്കുന്നതിന് പിന്നിലുള്ള പ്രചോദനം അല്ലെങ്കിൽ ചേതോ വികാരം എന്താണെന്ന് ഈ ഒന്നാമത്തെ വാക്യം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതാണ് അടുത്തതായിട്ട് ഞാൻ പഠിക്കാനിടയായിട്ട് തീർന്നത്. ഇങ്ങനെ പ്രബോധിപ്പിക്കാനായിട്ട് പത്രോസ് ഇങ്ങനെ മറ്റുള്ളവർ ഉത്സാഹിപ്പിക്കണം, ആശ്വസിപ്പിക്കേണ്ടതാണ്, അവർ മുന്നറിയിപ്പ് കൊടുക്കേണ്ടതാണ്, ശരിയും തെറ്റും ചൂണ്ടിക്കാണിക്കേണ്ടതാണ് എന്നൊക്കെ പറയുന്നതിൻ്റെ പ്രചോദനം താൻ ഉപയോഗിച്ചിരിക്കുന്ന ദൈവാത്മാവ് തന്നിലൂടെ രേഖപ്പെടുത്തിയിരിക്കുന്ന പദങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. രണ്ട് കാര്യങ്ങൾ ഒന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് നിങ്ങളുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും എന്നുള്ള പദമാണ്. നമുക്കറിയാം, പത്രോസിനെ കുറിച്ച് നാം വായിക്കുന്നത് അവൻ അപ്പോസ്തലന്മാരിൽ ഒന്നാമൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ കർത്താവിൻ്റെ ആ ഇന്നർ സർക്കിൾ കർത്താവിൻ്റെ ശിഷ്യരിൽ ആ ഇന്നർ സർക്കിളിൽപ്പെട്ട വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സൂപ്പർ ഹീറോ പദവി വേണമെങ്കിൽ ചമയാനുള്ള എല്ലാവിധത്തിലുള്ള സാധ്യതകളും ഉപയോഗിക്കാം വേണമെങ്കിൽ. പക്ഷേ പത്രോസ് ഉപയോഗിക്കുന്നത് ഞാൻ നിങ്ങളിൽ ഒരുവൻ എന്നുള്ള ആശയമാണ്. അത് കർത്താവിൻ്റെ ആ ഭാവം തന്നിൽ പ്രകടമായതിൻ്റെ തെളിവാണ് എന്നുള്ളതാണ് ഞാനത് പഠിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നാം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായത്തിൽ 5 വായിക്കുന്നത് പോലെ ക്രിസ്തുയേശുവിലുള്ള ഭാവം എന്നുള്ളതാണ്. അതെന്താ ഭാവം? മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്നത്. ഒരു പക്ഷേ ഇവിടെയുള്ള ഈ പത്രോസിൻ്റെ അനുവാചകർ അവർ പോയിരിക്കുന്നവരാണ്, പരദേശികളാണ്, പലതരത്തിലുള്ള ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നവരാണ്, ക്രിസ്തു നിമിത്തം ദുഷിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും പലർ അവരുടെ കുടുംബങ്ങളിൽ നിന്ന് നിഷ്കാസനം അല്ലെങ്കിൽ രക്തസാക്ഷികളായിട്ട് തീർന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ്. മാത്രമല്ല പത്രോസിൻ്റെ ആത്മീക പാരമ്പര്യത്തെക്കാൾ കൂടുതലൊന്നും ഇവർക്ക് അവകാശപ്പെടാനില്ല. പക്ഷേ അവരോടുള്ള പത്രോസിൻ്റെ മനോഭാവം എന്ന് പറയുന്നത് ഞാൻ നിങ്ങളിൽ ഒരുവനാണ് എന്നുള്ളതാണ്. അത് ക്രിസ്തുവിൽ വിളങ്ങിക്കണ്ട, ക്രിസ്തു നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു നല്ല മനോഭാവമാണ്. അത് മറ്റൊന്നുമല്ല, നിങ്ങൾ കാണുന്നത് പോലെ മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്ന് എണ്ണുന്ന മനോഭാവമാണ്. അപ്പം ഞാനാണ് സീനിയർ, ഞാനാണ് പാരമ്പര്യത്തിൽ നിങ്ങളെക്കാളൊക്കെ മുൻപ്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാനായിട്ടുണ്ട് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡല്ല നേതൃത്വത്തിനും അതുപോലെ തന്നെ എല്ലാ വിശ്വാസികൾക്കും ആവശ്യമുള്ളത്. അപ്പോൾ പ്രബോധനത്തിൻ്റെ പിറകിലുള്ള ആ ചേതോ വികാരം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ശ്രേഷ്ഠരെന്നെണ്ണുന്ന മനോഭാവം എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നാം 1-ാം വാക്യം ഒന്നുകൂടെ നിരീക്ഷിച്ചാൽ നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും.
വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ഒരു പാഠം എന്ന് പറയുന്നത് ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ സജീവ ബന്ധമാണ്. ഇപ്പോൾ പത്രോസിൻ്റെ കർത്താവുമായിട്ടുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ്. അത് ഈ വാക്യം മാത്രമല്ല കേട്ടോ, ഈ അധ്യായം ഉടനീളം നാം വായിക്കുമ്പോൾ കർത്താവുമായിട്ടുള്ള തൻ്റെ ആ ബന്ധം താൻ ഓർത്തെടുക്കുന്ന ഒരുപാട് പ്രയോഗങ്ങൾ നമുക്ക് ഈ അധ്യായത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് താൻ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം, ആ സജീവ ബന്ധം, ആ പദങ്ങളൊക്കെ വളരെ അർത്ഥവത്താണ്. ആ ബന്ധം നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധം അത് വളരെ ഊഷ്മളമായതായിരിക്കണം എന്നുള്ളത് നേതൃത്വത്തോടുള്ള ബന്ധത്തിലും അതോടൊപ്പം തന്നെ എല്ലാ ദൈവജനത്തോടുള്ള ബന്ധത്തിലും ഒരു വാസ്തവമായ ഒരു കാര്യമാണ്. നമുക്കറിയാം, കഷ്ടാനുഭവത്തിന് കൂട്ടാളി എന്നുള്ളത് സുവിശേഷങ്ങളിൽ ഗത്സമന തോട്ടത്തിൽ, അതുപോലെ തന്നെ കാൽവറി, ആ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ പത്രോസ് അതിലൂടെ കടന്നു പോയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു പക്ഷേ ആ കാര്യങ്ങളൊക്കെ തൻ്റെ മനോമുകുരത്തിൽ ഓടിയെത്തിയിട്ടുണ്ടാകാം. മാത്രമല്ല, വെളിപ്പെടുവാനുള്ള തേജസ് എന്ന് പറയുമ്പോൾ ആ തേജസ്സിൻ്റെ ഒരു ചെറിയ ഒരു അംശം മറുരൂപമലയിൽ കണ്ട കാര്യം മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവുമായിട്ടുള്ള തൻ്റെ ആ ഓർമ്മകളാണ് സജീവ ബന്ധം അല്ലെങ്കിൽ ആ വ്യക്തിപരമായിട്ടുള്ള അടുപ്പം എന്നുള്ള പ്രയോഗങ്ങളിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചത്. മാത്രമല്ല, ഇവിടെ ആട്ടിൻകൂട്ടം എന്ന് പറയുമ്പോൾ എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, പാലിക്കുക എന്ന് കർത്താവ് തന്നെ തന്നോട് നേരിട്ട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നാം അത് കാണുന്നുണ്ട്. അതുപോലെ തന്നെ നാം 3-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല എന്ന പ്രയോഗം നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ കാണുന്നുണ്ട്. കർത്തൃത്വം, ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല. ആ പ്രയോഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഞങ്ങളിൽ ആരാണ് വലിയവൻ എന്നുള്ള ചിന്തയിൽ കർത്താവ് അത് വ്യക്തമായിട്ട് അവരെ ശാസിക്കുന്ന ആ രംഗം ഒരു പക്ഷേ പത്രോസിൻ്റെ ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടാകും. മാത്രമല്ല, 5-ാം വാക്യത്തിൽ കാണുന്ന താഴ്മ ധരിക്കുക, താഴ്മയുള്ളവർക്കോ എന്നുള്ള പ്രയോഗം കർത്താവ് മാളിക മുറിയിൽ ഒരു തോർത്തെടുത്ത് അവരുടെ പാദം കഴുകിയ ആ ദൃശ്യം പത്രോസിൻ്റെ മനോമുകുരത്തിലേക്ക് എത്തിയിട്ടുണ്ടാകാം. മാത്രമല്ല, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ എന്ന് നാം ഈ അധ്യായത്തിൽ തന്നെ വായിക്കുന്നുണ്ട്. അപ്പോൾ പിശാചിൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവൻ്റെ തന്ത്രത്തിന് മുൻപിൽ പരാജയപ്പെട്ട തൻ്റെ ചിത്രം തനിക്ക് ഓർമ്മ വരുന്നുണ്ട് എന്ന് ഓർക്കുകയാണ്. മാത്രമല്ല, 5-10 നാം വായിക്കുന്ന ഒരു പ്രയോഗമാണ് യഥാസ്ഥാനപ്പെടുത്തി എന്നുള്ളത്. യഥാസ്ഥാനപ്പെടുത്തി എന്നുള്ളതിന് ഉപയോഗിച്ചിരിക്കുന്ന അതേ പദം തന്നെയാണ് വല നന്നാക്കുക എന്നുള്ളതിന് എന്നാണ് വേദപണ്ഡിതർ പറയുന്നത്. അങ്ങനെയെങ്കിൽ തൻ്റെ ആ ജോലിയോടുള്ള ബന്ധത്തിൽ കർത്താവ് തന്നെ വിളിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ തനിക്ക് തൻ്റെ മനോമുകുരത്തിലേക്ക് എത്തിയിരിക്കും. എന്ന് വെച്ചാൽ, ഈ ലേഖനം എഴുതി അവസാനിക്കുന്നതിന് മുൻപ് കർത്താവുമായിട്ട് ഇടപഴകിയ രംഗങ്ങൾ തൻ്റെ മനസ്സിലേക്ക് വരികയാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം ഇത് തന്നെ യോഹന്നാനും പറയുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ ആദ്യം മുതലുള്ളത് ഞങ്ങൾ കണ്ടത് തൊട്ടത് ആ രീതിയിൽ അദ്ദേഹവും ഇതിനെക്കുറിച്ച് പറയുന്നത് നമുക്ക് കാണാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താ? ആക്ഷരികമായി അവനെ തൊടുവാൻ, നോക്കുവാൻ, കാണുവാനൊന്നും നമുക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ നാം വിശ്വാസ കണ്ണാൽ അനുദിനം അവനോട് അടുത്ത് സജീവ ബന്ധമുള്ളവരായിട്ട് ജീവിക്കാനായിട്ട് ഇടയായിട്ട് തീരണം എന്നുള്ളതാണ്. അപ്പോൾ കർത്താവുമായിട്ടുള്ള സജീവ ബന്ധമുള്ളവർക്ക് മാത്രമേ പ്രബോധിപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത്, പ്രയോജനകരമായ രീതിയിൽ പ്രബോധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്നുള്ളതും ഞാനിവിടെ ഓർപ്പിക്കുകയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. 3-ാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ പ്രാരംഭത്തിൽ എല്ലാ ക്ലാസ്സിലും ഓർപ്പിക്കുന്നത് പോലെ കർത്താവ് ദിനംതോറും ചെയ്യാൻ പറഞ്ഞ, നാൾതോറും ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യം. അതേപോലെ തന്നെ ലേഖനത്തിലും പല കാര്യങ്ങൾ നമുക്കങ്ങനെ കാണുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേക കാര്യം ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ വന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് അതിനാധാരമായിട്ട് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യം. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാവാതിരിക്കാൻ നോക്കും. ഓക്കെ. അടുത്തത് 13-ാമത്തെ വാക്യം. നിങ്ങളാരും പാപത്തിന്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം
നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചുകൊള്ളും. ഓക്കെ, അപ്പോൾ 13-ാമത്തെ വാക്യമാണ്, നാൾ തോറും അന്യോന്യം പ്രബോധിപ്പിച്ചു കൊള്ളുവിൻ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 13-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നു, നിങ്ങളാരും പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെടാതിരിക്കേണ്ടതിന്. അപ്പോൾ പാപം നമ്മെ ചതിക്കും. അങ്ങനെ പാപത്തിൻ്റെ വഞ്ചനയിൽ പെട്ടുപോയാൽ നമ്മുടെ ഹൃദയം കഠിനമായി പോകും. അത് വരാതിരിക്കാനായിട്ട് നാൾ തോറും ചെയ്യാനായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് പ്രബോധിപ്പിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ പ്രബോധിപ്പിക്കുന്നതിന് പിന്നിലുള്ള പ്രചോദനം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് നാൾ തോറും നമ്മൾ ചെയ്യണം, ഡെയിലി ചെയ്യണം. ഡെയിലി ആരെയെങ്കിലും നാം പ്രബോധിപ്പിക്കണം. ഒരു പക്ഷേ നമ്മുടെ തുണയെ ആയിരിക്കാം, അല്ല മക്കളെ ആയിരിക്കാം, അല്ല കൂട്ടുവിശ്വാസികളെ, ആരെയെങ്കിലും. അങ്ങനെയാണ് ശിശുസഹജമായ രീതിയിൽ ആ വാക്യം നാം എടുത്താൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് ആരെയെങ്കിലും നാം പ്രബോധിപ്പിക്കുന്നവരായിട്ട് ദിനംതോറും ചെയ്യണം. അത് നേതൃത്വം ചെയ്യണം. നേതൃത്വത്തിന് മാത്രമല്ല, നാം എല്ലാവരും അത് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒരു പക്ഷേ ഒരു തട്ടിലാവാം, തലോടാവാം, ഒരു പ്രശംസാവാചകമാകാം, അല്ല ഒരു ഫോൺ കോൾ ആകാം, ഒരു മെസ്സേജ് ആകാം. സാധ്യമായ രീതികൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളെയെങ്കിലും നമുക്ക് പ്രബോധിപ്പിക്കുവാൻ, നേരത്തെ പറഞ്ഞതുപോലെ ആ പ്രബോധനത്തിൻ്റെ അർത്ഥം ഞാൻ ഓർപ്പിച്ചു. ഉപദേശിക്കാം, മുന്നറിയിപ്പ് നൽകാം, ഉത്സാഹിപ്പിക്കാം, ആശ്വസിപ്പിക്കാം, ഇങ്ങനെയൊക്കെ ചെയ്യുവാനായിട്ട് നാം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പ്രത്യേകിച്ച് നേതൃത്വത്തോടുള്ള ബന്ധത്തിൽ ദൈവജനം അവരുടെ വിചാരണയിൽ അവരെ വിശ്വസിച്ച് ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ ആടുകൾ അവർ പാപത്തിൻ്റെ ചതിയാൽ കഠിനപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്മോടുള്ള ബന്ധത്തിൽ നാമും ഇത് വളരെ ഗൗരവമായിട്ട് എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നിന്ന് അനുദിനം ഉപദേശവും മുന്നറിയിപ്പും ഉത്സാഹത്തിൻ്റെ വചനങ്ങളും അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെ പ്രബോധനങ്ങളും ഒക്കെ നാം വ്യക്തിപരമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ, ഇതിൽ നിന്ന് പഠിക്കാൻ കഴിയുന്നൊരു പാഠം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ചതിയിൽ ഞാനും നിങ്ങളും പെട്ടുപോകും. അതിന് യാതൊരു സംശയവുമില്ല. എത്രയോ മഹാന്മാരെന്ന് നാം പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളാണ് ഈ ചതിയിൽപ്പെട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പോയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ നിസ്സാരന്മാരായ നമ്മൾ എത്രയധികം. അതുകൊണ്ട് നാൾ തോറും ചെയ്യണമെന്ന് പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ചെയ്യുവാനായിട്ടുള്ള ഒരു പരിശ്രമം എൻ്റെയും നിങ്ങളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതാണ് എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ സത്യകൃപയിൽ നിലനിൽക്കുന്നവർ അവർ ദൈവികാലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കും. എങ്ങനെയാണ് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ അതെങ്ങനെ അത് ചെയ്യണം എന്ന് ചോദിച്ചാൽ പ്രബോധനത്തിലൂടെ എന്ന് നമുക്ക് കാണാനായി. പ്രബോധിപ്പിക്കുന്നതിന് പിറകിലുള്ള ഒരു ചിന്ത, പ്രചോദനം അല്ലെങ്കിൽ ചേതോ വികാരം എന്ന് പറയുന്നത് ഞാനൊന്നുമല്ല, മറ്റുള്ളവരെ ക്രിസ്തുവിൻ്റെ ആ ഭാവം നമ്മിലുണ്ടെങ്കിൽ അത് സാധിക്കും. കർത്താവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടെങ്കിൽ അത് സാധിക്കും. മാത്രമല്ല, നാൾ തോറും ചെയ്യണമെന്ന പ്രമാണം ഗൗരവമായിട്ട് ഞാനും നിങ്ങളും എടുക്കുന്നുണ്ടെങ്കിൽ അത് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഒന്നാമത്തെ പാഠം അത് അവിടെ വിടുകയാണ്. പ്രബോധനത്തിലൂടെ നമുക്ക് ദൈവികാലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 2-3 വാക്യങ്ങൾ നമുക്കൊന്നുകൂടെ വായിക്കാം. 2-3 വാക്യങ്ങൾ. നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ. നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവ്വമായും ദുരാഗ്രഹത്തോടെയല്ല, ഉന്മേഷത്തോടെയും ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യും. ഓക്കെ, ഇവിടെ മേയിച്ചു കൊള്ളുവിൻ, അധ്യക്ഷത ചെയ്യുവിൻ എന്നൊക്കെ നാം കാണുന്നുണ്ട്. അപ്പോൾ മേയിച്ചു കൊള്ളുക എന്നുള്ളതിന് മറ്റൊരു പരിഭാഷ പരിപാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും പരസ്പരം ബന്ധപ്പെട്ടതായതുകൊണ്ട് ഒറ്റ കുറിപ്പിൽ തന്നെ അതെല്ലാം പറയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു പാഠമാണ് 2-3 വാക്യത്തിൽ നിന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നത്. എങ്ങനെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ പരിപാലനത്തിലൂടെ, പ്രത്യേകിച്ച് നേതൃത്വത്തോടുള്ള ബന്ധത്തിലാണല്ലോ ഇവിടെ പറയുന്നത്. അതുകൊണ്ട് അത് വളരെ 2-3 വാക്യങ്ങൾ അവരോടുള്ള ബന്ധത്തിൽ പറയുന്നത്
പരിപാലിക്കുന്നതിലൂടെ, മേയിക്കുന്നതിലൂടെ, അധ്യക്ഷത ചെയ്യുന്നതിലൂടെ അത് സാധിക്കും എന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ പരിപാലിക്കരുത് എന്നുള്ളത് ഒറ്റ വായനയിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാനൊന്ന് ക്രമത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടെ, നമുക്ക് അറിവുള്ളതാണ്, ഒന്ന് ചൂണ്ടിക്കാണിക്കാൻ മാത്രം ശ്രമിക്കുകയാണ്. എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. 4 പാഠങ്ങൾ ഒന്ന് വേഗത്തിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കും. എങ്ങനെയാണ് നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കേണ്ടത്, പരിപാലിക്കേണ്ടത്? തിരുവെഴുത്തിൻ്റെ മറ്റു വേദഭാഗങ്ങളിൽ നിന്ന് മറ്റു സത്യങ്ങളൊക്കെ നമുക്കറിവുള്ളതാണെങ്കിൽ തന്നെയും നാം ഈ വായിച്ച വേദഭാഗത്തിൽ നിന്ന് മാത്രമാണ് ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. എങ്ങനെ പരിപാലിക്കണം? ഒന്നാമതായിട്ട് നാം അവിടെ കാണുന്നുണ്ട്, നിങ്ങളുടെ വിചാരണയിലുള്ള ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിച്ചുകൊള്ളുവിൻ, നിർബന്ധത്താലല്ല, ദൈവത്തിന് ഹിതമാമണം. അപ്പോൾ ക്രിയാത്മകമായി പറഞ്ഞ കാര്യങ്ങളാണ് ആ 2-3 വാക്യങ്ങളിൽ നിന്ന് പെറുക്കിയെടുത്തത് ആദ്യം പറയാനായിട്ട് ശ്രമിക്കുന്നത്. ദൈവത്തിന് ഹിതമാവണ്ണം എന്നാണ് നാം വായിക്കുന്നത്. അപ്പോൾ എങ്ങനെ പരിപാലിക്കണം? ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഹിതത്തിന് യോജിച്ച രീതിയിൽ എന്നുള്ളതാണ്. മറ്റൊരു ശരിയായ മൂലഭാഷയിൽ ഇതിൻ്റെ അർത്ഥം കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ശുശ്രൂഷിക്കണമെന്നുള്ളതാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ സക്കറിയ പ്രവാചകനെക്കുറിച്ച് സക്കറിയ പുരോഹിതനെക്കുറിച്ച് നാം കാണുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം. അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നിധിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ. മതി. അപ്പോൾ ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്തു വരികയാണ്. ശമൂവേൽ ബാലനെക്കുറിച്ചും നാം അത് വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പാകെ ശുശ്രൂഷിക്കുന്നത് പോലെ ആയിരിക്കണം പരിപാലന ശുശ്രൂഷ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനൊരു എതിർപദം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഇഷ്ടപ്രകാരമോ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന രീതിയിലോ ആകരുത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അപ്പോൾ അത് ഇടയന്മാരോടുള്ള ബന്ധത്തിൽ മാത്രമല്ല, നമ്മോടുള്ള ബന്ധത്തിലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. നാമും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബം അത് നാം പരിപാലിക്കുമ്പോൾ ദൈവത്തിന് ഹിതമാവണ്ണമായിരിക്കണം നാമും അത് ചെയ്യേണ്ടത്. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെയോ മനുഷ്യൻ്റെ ഇഷ്ടത്തിനനുസരിച്ചോ ഒന്നുമല്ല ചെയ്യേണ്ടത് എന്നുള്ളത് അത് വ്യക്തമാണ്. എങ്ങനെ അത് സാധിക്കും? ദൈവത്തിന് ഹിതമാവണ്ണം പരിപാലിക്കുവാൻ, അല്ലെങ്കിൽ മനുഷ്യപ്രസാദത്തിന് വില കൊടുക്കാതെ, മനുഷ്യൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കാതെ എങ്ങനെ അത് സാധിക്കും? ഞാൻ പാലിക്കാനായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിക്കാനെന്ന് ആഗ്രഹിക്കുന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിലാണ് അതിൻ്റെ രഹസ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഇവിടെ ഞാൻ എല്ലാ ക്ലാസ്സിലും ആരംഭത്തിൽ പറയുന്നത് പോലെ ദിനംതോറും ക്രൂശെടുത്ത്, അല്ലെങ്കിൽ നമ്മുടെ സ്വയത്തിന് മരിച്ച് ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം കർത്താവ് പറഞ്ഞു. അത് വ്യക്തമായി പാലിച്ച ഒരു വ്യക്തിയായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അതുകൊണ്ട് തനിക്ക് ഇപ്രകാരം പറയാൻ സാധിച്ചു, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരി ആയിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുകയും. അപ്പോൾ ഇതാണ് അടിസ്ഥാനപരമായ പ്രമാണം. പലപ്പോഴും നമ്മളതൊന്നും ഗൗരവത്തിൽ എടുക്കുന്നില്ല എന്നുള്ളത് സങ്കടകരമാണ്. ഇവിടെ അതിൻ്റെ ഒരു പ്രായോഗിക വിശദീകരണം കൊരിന്ത്യരോടുള്ള ബന്ധത്തിൽ തൻ്റെ വ്യക്തിപരമായ അനുഭവം രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അധ്യായത്തിൽ, കൂടുതലായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഈ അധ്യായത്തിൽ താൻ പറയുകയാണ്, യേശുവിൻ്റെ ജീവൻ ഞങ്ങളിലൂടെ വെളിപ്പെടുവാനായിട്ട് ഞങ്ങൾ ദിനംതോറും മരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മരിക്കുന്നത് കൊണ്ട് ഞങ്ങളിൽ യേശുവിൻ്റെ ജീവൻ
വെളിപ്പെടുന്നു, അതുകൊണ്ട് നിങ്ങളിലും അത് വെളിപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ രത്നച്ചുരുക്കം. അപ്പോൾ എങ്ങനെ ദൈവത്തിന് ഹിതമാവണ്ണം പരിപാലിക്കാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ ശുശ്രൂഷിക്കാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കും എന്ന് ചോദിച്ചാൽ, ദിനംതോറും നാം ക്രൂശ് എടുത്തുകൊണ്ട് ജീവിക്കുമ്പോൾ കർത്താവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടും. കർത്താവിൻ്റെ ജീവൻ അങ്ങനെ വെളിപ്പെടുമ്പോൾ കർത്താവിൽ നിന്ന് നമുക്ക് ആലോചനകൾ ലഭിക്കും. എപ്പോഴും നമുക്ക് ആലോചനകൾ ലഭിക്കും. നമുക്ക് പ്രബോധിപ്പിക്കാനായിട്ട്, കൈമാറാനായിട്ട് ആലോചനകൾ നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് നാം പാലിക്കുന്നതാണ്, നമ്മുടെ അനുഭവമാണ്. അത് നാം പകരുമ്പോൾ, അത് നാം ആടുകൾക്ക് കൊടുക്കുമ്പോൾ അത് ദൈവത്തിന് ഹിതമാവണ്ണമുള്ള ശുശ്രൂഷയാണ്. ആ ജീവൻ അവരിലും വെളിപ്പെടാനിടയായിട്ട്. എന്നാൽ ഇന്ന് സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത്, സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുകയും മനുഷ്യരെ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ദിനംതോറും ക്രൂശെടുത്ത് ജീവിക്കാനായിട്ട് ആ ജീവിതം അത്ര എളുപ്പമുള്ളതല്ല എന്നുള്ളത് നമുക്കറിയാം. വളരെ വില കൊടുക്കേണ്ടുന്ന ഒരു ജീവിതമാണ്. അങ്ങനെ യേശുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടാതിരിക്കുന്നത് കൊണ്ട് നമുക്ക് അത് മറ്റുള്ളവർക്ക് പകരാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പാപത്തിൻ്റെ ചതിയാൽ പെട്ടുപോകുവാൻ, കഠിനപ്പെടുവാനായിട്ട് ഇടയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ദൈവത്തിന് ഹിതമാവണ്ണം പരിപാലിക്കണമെങ്കിൽ, നമ്മോടുള്ള ബന്ധത്തിൽ ദൈവത്തിന് ഹിതമാവണ്ണം ശുശ്രൂഷിക്കണമെങ്കിൽ നാം മരിക്കണം, ദിനംതോറും മരിക്കണം. യേശുവിൻ്റെ ജീവൻ എങ്കിലേ നമ്മിൽ വെളിപ്പെടുകയും അതുമാത്രമേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് പ്രയോജനമുള്ളൂ. നമുക്കറിയാം, ഇന്ന് പ്രസംഗിക്കണമെങ്കിൽ, ശുശ്രൂഷിക്കണമെങ്കിൽ, അത്യാവശ്യം കഴിവുണ്ടെങ്കിൽ, പറയാനായിട്ടുള്ള ജന്മസിദ്ധമായ താലന്തുകളുണ്ടെങ്കിൽ ഈസിയായിട്ട് സാധിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നത്. അങ്ങനെ പറയുന്നത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല എന്നുള്ളതാണ് കർത്താവിൻ്റെ ദാസൻ്റെ അനുഭവത്തിൽ നിന്ന് താൻ പറയുന്നത്. ദിനംതോറും നാം മരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടാനായിട്ട് ഇടയായി തീരുമ്പോൾ അത് മറ്റുള്ളവരിലേക്കും വ്യാപരിക്കുകയും അവരിലും അത് വെളിപ്പെടാനിടയാവുകയും ചെയ്യും എന്നുള്ളതാണ്. അങ്ങനെയുള്ളതാണ് ദൈവത്തിന് ഹിതമാവണ്ണമുള്ള പരിപാലനം എന്നുള്ളതാണ് ഞാൻ ഈ വേദഭാഗം വായിച്ചപ്പോൾ ഓർക്കാനായിട്ട് ഇടയായിട്ട് തീർന്നു. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലും പൗലോസിൻ്റെ 15-ാം അധ്യായത്തിലും ഇതേ ആശയം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. അപ്പോൾ തിരുവഴുത്തിൽ കർത്താവ് അത് ദിനംതോറും ചെയ്യാൻ പറഞ്ഞു. പൗലോസ് ലേഖനങ്ങളിൽ അത് പൗലോസ് പാലിക്കാനായിട്ടും അതിൽ അവൻ വിജയിക്കാനായിട്ടും ഇടയായിട്ട് തീരും. അങ്ങനെയെങ്കിൽ നമുക്കും അത് സാധിക്കേണ്ടതാണ്. ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളത് പോലെ ഒരു പക്ഷേ LKG ലെവലായിരിക്കാം, സാരമില്ല. നമ്മുടെ ഉത്കടമായ ആഗ്രഹം ദിനംതോറും എനിക്ക് മരിക്കണം, എൻ്റെ സ്വയം ക്രൂശിക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. ആ രീതിയിൽ നാം ജീവിക്കുമ്പോൾ യേശുവിൻ്റെ ജീവൻ നമ്മിൽ വെളിപ്പെടും. അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ ആയിരിക്കണം പരിപാലനം എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അത് എത്ര എളുപ്പമുള്ള കാര്യമല്ല, പറയാൻ ഈസിയാണെങ്കിലും പാലിക്കാൻ വളരെ വില കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നാം എങ്ങനെ പരിപാലിക്കണം എന്നുള്ളതിൽ നിന്ന് ചിന്തിക്കുമ്പോൾ അവിടെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മനഃപൂർവമായി എന്നുള്ള പദം, മനഃപൂർവമായും എന്നുള്ള ക്രിയാപദം നാം കാണുന്നു. അപ്പോൾ വില്ലിംഗ്ലി എന്നുള്ളതാണ്. മനഃപൂർവമായിട്ട് വേണം നാം മറ്റുള്ളവരുടെ പ്രേരണയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായ ഒരു ലക്ഷ്യത്തിന് അല്ല നാം ഇത് ചെയ്യേണ്ടത്. ഹൃദയംഗമമായി ആത്മാർത്ഥതയോടെ എന്നുള്ളതാണ് മറ്റു ഭാഷാന്തരങ്ങളിൽ ഇത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ മനഃപൂർവമായി ഇത് ചെയ്യണം. ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമായി ചെയ്യണം. വളരെ ബുദ്ധിമുട്ടുള്ള, വളരെ വില കൊടുക്കേണ്ട, വളരെ കഷ്ടതയുള്ള, വളരെ പഴി കേൾക്കേണ്ട, വളരെ വേദനകൾ അനുഭവിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് ഇത് എന്നുള്ളതിന് സംശയമില്ല. എന്നാൽ അത് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മനഃപൂർവ്വമായും ദൈവത്തിന് ഹിതമാവണ്ണം ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നാം അവിടെ കാണുന്നുണ്ട്, ഉന്മേഷത്തോടെ എന്നുള്ളതാണ്. റെഡി മൈൻഡ് എന്നാണ് ഒരു ഭാഷാന്തരത്തിലുള്ളത്. റെഡി മൈൻഡ്, ഉന്മേഷത്തോടെ എന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. യിരെമ്യാ പ്രവചനത്തിൽ നാം വായിക്കുന്നുണ്ട്, യഹോവയുടെ വേല ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അപ്പോൾ ആദ്യം
ഇങ്ങനെ എല്ലാവരുടെ മുൻപിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ ചിലപ്പോഴൊക്കെ നമുക്കിതൊക്കെ നല്ലതാണെന്ന് തോന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള പോരാട്ടങ്ങൾ, അതിൻ്റെ ഉള്ളിലുള്ള പാടും കേടും ഒക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറയാണ്, ഇതെല്ലാം പ്രസൻറ്റ് ടെൻസ് ആണ്. അതാണ് മറ്റൊരു പ്രത്യേകത. ഇതെല്ലാം ഒരു ദിവസം ഉന്മേഷം ഉണ്ടായി, പക്ഷേ പിറ്റേ ദിവസം ഉന്മേഷം കെടുത്താവുന്ന സാഹചര്യങ്ങൾ സംഭവിച്ചേക്കാം. കാരണം ആടിൻ്റെ സ്വഭാവങ്ങളൊക്കെ നാം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഉന്മേഷത്തോടുകൂടെ റെഡി മൈൻഡ് ആയിരിക്കണം ഈ ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുള്ളവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് അവർക്ക് മാത്രമല്ല, എല്ലാ ദൈവജനത്തിനും. നമുക്കറിയാം, മൂപ്പന്മാരുടെ യോഗ്യതകൾ നാം വായിക്കുമ്പോൾ അതെല്ലാം തന്നെ നമ്മോടുള്ള ബന്ധത്തിലും സാധാരണ വിശ്വാസികളോടുള്ള ബന്ധത്തിലും അത് എല്ലാവരും പാലിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈ ഉന്മേഷത്തോടുകൂടെ ആയിരിക്കണം കർത്താവിന് വേണ്ടി ചെറുതും വലുതുമായ കാര്യങ്ങൾ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്നുള്ളത് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒടുവിലായിട്ട് എങ്ങനെ പരിപാലിക്കണം എന്നുള്ളത് ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ പഠിക്കാനായിട്ട് സാധിക്കും. മാതൃകയുള്ളവരായി എന്നുള്ളതാണ്. ബിക്കമിങ് എക്സാമ്പിൾ എന്നുള്ള അതും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്, തുടർമാനമായ വർത്തമാനകാലമാണ്. അതായത് ജീവിതത്തിൽ ഉടനീളം അത് അങ്ങനെ വരണം. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആ വ്യാകരണ നിയമപ്രകാരം അത് ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. മനഃപൂർവമായിട്ട് നാം മാതൃകയുള്ള ജീവിതത്തിന് വേണ്ടി ദൈവാത്മാവിന് കീഴ്പ്പെട്ട് ജീവിക്കാനായിട്ട് ഇടയാകണം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ലളിതമായിട്ട് പറഞ്ഞാൽ, പ്രസംഗിക്കുന്നത് പോലെ ജീവിക്കാൻ സാധിക്കണം എന്ന് ചുരുക്കം. അപ്പോൾ മാതൃകയുള്ളവരായി എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ വിശദീകരണം ആവശ്യമില്ല എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഉപയോഗിച്ചിരിക്കുന്ന ക്രിയാപദം തന്നെ നിരന്തരമായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു നിമിഷം കൊണ്ടുണ്ടാകുന്നതല്ല മാതൃകയുള്ള ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതിയിൽ വേണം പരിപാലിക്കുവാനും. ഇത് പരിപാലനത്തിന് മാത്രമല്ല, എല്ലാ ദൈവജനത്തോടുള്ള ബന്ധത്തിലും ഈ പ്രമാണം അപ്ലിക്കബിളാണ്. നാം പറയുന്നത് എന്താണോ അത് തന്നെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലും പാലിക്കാനായിട്ട് ശ്രമിക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാഗത്ത് നാം ചിന്തിക്കുന്നത് പരിപാലനത്തിലൂടെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെ പരിപാലിക്കണം? വളരെ വ്യക്തമായിട്ട് നാം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യങ്ങളാണ്. ദൈവത്തിന് ഹിതമാവണ്ണം മനഃപൂർവമായി ഉന്മേഷത്തോടെ മാതൃകയുള്ളവരായിട്ട് ഞാനും നിങ്ങളും ആ രീതിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി അടുത്തത് എങ്ങനെ അരുത് എന്നുള്ളതും അവിടെ തന്നെ നാം വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് കാണും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതും നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്ന് കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. എങ്ങനെ പരിപാലിക്കരുത്, അല്ലെങ്കിൽ നമ്മെ സംബന്ധിച്ച് എങ്ങനെ നാം ജീവിക്കരുത് എന്നുള്ളതും നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഒന്നാമത്തെ കാര്യം അവിടെ കാണുന്നത് 2-ാം വാക്യത്തിൽ തന്നെ നിർബന്ധത്താൽ അരുത് എന്നുള്ളതാണ്. നിർബന്ധത്താൽ അരുത്, അതായത് മറ്റുള്ളവരുടെ പ്രേരണയാലും നിർബന്ധത്താലും അരുത്. മറ്റൊരു ഭാഷാന്തരത്തിൽ മനസ്സില്ലാ മനസ്സോടെ ചെയ്യരുത്. പിന്നെയോ തന്നെത്താൻ നിർബന്ധിതനായി. അതിനെ മനോഹരമായ ഉദാഹരണം വീണ്ടും പൗലോസിൻ്റെ എഴുത്തുകളിലേക്ക് പോവുകയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുന്നു. അപ്പോൾ നമ്മിനുള്ളിൽ നിന്ന് വരുന്ന, അല്ലെങ്കിൽ എന്നെ ശുശ്രൂഷയെ ഏൽപ്പിച്ചു അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ ഇത് എൻ്റെ ഉത്തരവാദിത്വമാണ്, കർത്താവ് എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ ബോധ്യത്തിൽ ആ നിർബന്ധം ക്രിസ്തുവിൻ്റെ സ്നേഹത്താലുള്ള നിർബന്ധമാണ് വേണ്ടത്. അല്ലാതെ മനുഷ്യരാലുള്ള നിർബന്ധങ്ങളോ മറ്റുള്ളവരുടെ പ്രേരണയാലോ അരുത് എന്നുള്ള ആശയമാണ് അവിടെ കാണുക. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിറുപിറുപ്പോടെയോ ബാഹ്യസമ്മർദ്ദത്തോടെയോ അരുത് എന്നുള്ള ആശയവും ഈ പദത്തിനുണ്ട് എന്നുള്ളതാണ് എഴുത്തുകാർ, കമൻറ്റേറ്റേഴ്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ പിറുപിറുപ്പോടെയും ബാഹ്യസമ്മർദ്ദത്തോടെയുമല്ല, നിർബന്ധത്താൽ അരുത് എന്നുള്ളതാണ് നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കും. രണ്ടാമത് എങ്ങനെ പരിപാലിക്കരുത് എന്ന് ചോദിച്ചാൽ ദുരാഗ്രഹത്തോടെ അരുത് എന്നുള്ളതാണ് നാം അവിടെ കാണുന്നത്. ദുരാഗ്രഹത്തോടെ അരുത്, ദ്രവ്യാഗ്രഹത്തോട് ബന്ധപ്പെടുത്തി നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. എന്നാൽ ദ്രവ്യാഗ്രഹത്തോട് മാത്രമല്ല മറ്റു തരത്തിലുള്ള തെറ്റായ ആഗ്രഹങ്ങളും നമുക്ക് വേണമെങ്കിൽ എടുക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകാരം കിട്ടാനായിട്ട്, മതിപ്പ് കിട്ടാനായിട്ട് ഈ കാര്യം നാം ആഗ്രഹിക്കുകയാണ്, അല്ലെങ്കിൽ ഓരോ കാര്യം
കാര്യങ്ങളും നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആ രീതിയിൽ അരുത് എന്നാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട്. അങ്ങനെയുള്ളവരായിരുന്നു പരീശന്മാർ. അവരെ കർത്താവ് കഠിനമായി ശാസിച്ചത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കർത്താവിൻ്റെ ഹൃദയം അങ്ങനെയുള്ള ചിന്തകൾക്കെതിരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യരാലുള്ള മാനത്തിനായിട്ട് അല്ലെങ്കിൽ പണത്തോടുള്ള ആർത്തി നിമിത്തം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇടയാകരുത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട്. ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് മറ്റുള്ളവരുടെ പ്രശംസ മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അമിതമായി ലഭിക്കണമെന്ന ചിന്ത, മറ്റുള്ളവരുടെ പ്രശംസ അമിതമായി ലഭിക്കണമെന്നുള്ള ആഗ്രഹം, അതാണ് ദുരാഗ്രഹത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു കമൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരാനായിട്ട് സാധ്യതയുണ്ട്. നേതൃത്വത്തിന് മാത്രമല്ല, മറ്റുള്ളവരുടെ അംഗീകാരം വേണം, മറ്റുള്ളവരെന്നെ മാനിക്കണം, അങ്ങനെയൊക്കെയുള്ള മനുഷ്യരാലുള്ള മാനം അന്വേഷിക്കുന്ന, കർത്താവ് ഏറ്റവും വെറുക്കുന്ന ഈ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ അരുത് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. മാത്രമല്ല, മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കർത്തൃത്വം നടത്തരുത് എന്നുള്ളതാണ്. അവിടെ നാം വായിക്കും, ഇടവകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല എന്നുള്ളതാണ്. അപ്പം എങ്ങനെ പരിപാലിക്കരുത് എന്ന് ചോദിച്ചാൽ, ഒരു ബോസി ആറ്റിറ്റ്യൂഡ് ഉണ്ടാവരുത്. ഞാനൊരു ബോസാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവരുത്. ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ലീഡാണ് ചെയ്യേണ്ടത്, നോട്ട് ഡ്രൈവ് എന്നുള്ളതാണ്. വ്യക്തമായി എന്ന് വിചാരിക്കുന്നു. നയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, നിയന്ത്രിക്കാനല്ല എന്നുള്ളതാണ്. ആ കാര്യം നാം ഓർത്തിരിക്കേണ്ടതാണ്. കർത്തൃത്വം നടത്തരുത് എന്നുള്ളതിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന കമൻ്റാണ് ലീഡ് ചെയ്യണം, നോട്ട് ഡ്രൈവ് ചെയ്യരുത് എന്നുള്ളതാണ്. ഒരു ബോസി ആറ്റിറ്റ്യൂഡ് ഉണ്ടാകരുത്. ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കർത്താവിൻ്റെ മാതൃക നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യം, 43-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 42-43 വാക്യം. യേശു അവരെ അടുക്കൽ വിളിച്ച് അവരോട്, ജാതികളിൽ അധിപതികളായവർ അവരിൽ കർത്തൃത്വം ചെയ്യുന്നു, അവരിൽ മഹത്തുക്കളായവർ അവരുടെ മേൽ അധികാരം നടത്തുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ അരുത്. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നവനല്ല, നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. ഓക്കെ, 44-45. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാവർക്കും ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാനും അത്രേ വന്നത്. അപ്പോൾ ലീഡ് ചെയ്യണം, ഡ്രൈവ് ചെയ്യരുത് എന്നുള്ളതിന് ഈ കർത്തൃത്വം നടത്തരുത് എന്നുള്ള ആ വാക്കിനെ നമുക്ക് അതിന് മനോഹരമായ വിശദീകരണമാണ് കർത്താവ് ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ പരിപാലിക്കരുത് എന്നുള്ളത്, അല്ലെങ്കിൽ നാം എങ്ങനെ ജീവിക്കരുത് എന്നുള്ളത് നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ പ്രേരണയാലും നിർബന്ധത്താൽ ഒരു കാര്യങ്ങളും, പ്രത്യേകിച്ച് ആത്മീയ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. മറിച്ച് കർത്താവിൻ്റെ സ്നേഹത്താൽ നിർബന്ധിക്കപ്പെടുമ്പോൾ നാം അത് ചെയ്യാനിടയായിട്ട് തീരണം. മാത്രമല്ല, മറ്റുള്ളവരുടെ പ്രശംസ ലഭിക്കണം, ദ്രവ്യം ലഭിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ ചെയ്യാതിരിക്കുക. മാത്രമല്ല, മറ്റുള്ളവരെ നയിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ അവരെ നിയന്ത്രിക്കാനല്ല എന്നുള്ളത് നാം ഓർത്തിരിക്കുക. ആ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് പഠിക്കാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ അവിടെ നിന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അടുത്തതായിട്ട് മൂന്നാമത്തെ പാഠം നമുക്ക് അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഓക്കെ, അപ്പോൾ പ്രത്യാശയോടെ എന്നുള്ള ഒരു തലക്കെട്ടാണ് ഞാൻ അവിടെ കൊടുക്കാനിടയായിട്ട് തീർന്നത്. 2 ക്ലാസ് മുൻപ് ഞാൻ ഇതിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യം ഞാനിപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നില്ല. അപ്പോൾ എങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചാൽ പ്രത്യാശയോടെ. കാരണം അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്, ഈ പരിപാലന വരം ലഭിച്ചിരിക്കുന്ന ദേവദാസർ അത് ചെയ്യുമ്പോൾ അവർക്കേറെ പഴികളും ദുഷികളും നിന്ദകളും ഞെരുക്കങ്ങളും കേൾക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ പോലെയുള്ള വലിയ സഭകളിൽ അത് നമുക്ക് കൂടുതലായിട്ടുണ്ടാകാം. ചെറിയ സഭകളിൽ നമ്മൾ പോകുമ്പോൾ അവിടെയും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്, 5-10 സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അങ്ങനെയൊക്കെയുള്ള ഉള്ളുമടുക്കുന്ന അനുഭവങ്ങൾ നേതൃത്വത്തിൽ നിൽക്കുന്നവർക്കുണ്ടാകാം. അപ്പോൾ അവരോടുള്ള ബന്ധത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരെ പ്രബോധിപ്പിച്ചിട്ട് പിന്നെ പറയുകയാണ്, ഇതിനൊക്കെ അതിജീവിക്കാനായിട്ട് അവൻ്റെ വരവിനെ പ്രിയപ്പെടണം എന്നുള്ളതാണ്. ആരാണോ നിങ്ങൾക്ക് ഈ ശുശ്രൂഷ ഏൽപ്പിച്ച് തന്നത്, അവൻ പ്രത്യക്ഷനാകാൻ പോവുകയാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ നേരത്തെ
നേരത്തെ എങ്ങനെ ചെയ്യണമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്, എങ്ങനെ ചെയ്യരുതെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം ആരാണോ അവൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്തത് അവരെ ആദരിക്കും എന്നുള്ളതാണ്. അവരെ അതാണ് നാം അവിടെ വായിക്കുന്നത്, തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും എന്നുള്ളത്. അപ്പോൾ ഈ ശുശ്രൂഷയിൽ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ, ഈ കൃപായുഗത്തിൽ എന്നും പഴിയും ദുഷിയും നിന്ദകളും ഞെരുക്കങ്ങളുമാണ് ലഭിക്കുക എന്നുള്ളത് ഒരു വാസ്തവമാണ്. എന്നാൽ നിങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് പോകാതെ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകും, അതിൽ കേന്ദ്രീകരിക്കാൻ ഇടയാകണം. അതാണ് ഇവിടെ പഠിക്കാനായിട്ട് ആഗ്രഹിക്കും. 3 കാര്യങ്ങൾ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒന്നാമതായിട്ട് കർത്താവ് പ്രത്യക്ഷനാകുമെന്നുള്ളതാണ്. കർത്താവ് പ്രത്യക്ഷനാകും. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, കർത്താവ് പ്രത്യക്ഷനാകും. അപ്പോൾ കർത്താവ് അതിനെക്കുറിച്ച് ജയൻ ഡാർബി എഴുതിയിരിക്കുന്നത്, അവരിങ്ങനെ പുസ്തകം ഒരുമിച്ച് ആദ്യകാലങ്ങളിൽ ബ്രദറൻ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ നാളുകളിൽ അവർ ഈ തിരുവെഴുത്തുകൾ വായിക്കാനായിട്ട് കൂടി വന്നിരിക്കുമ്പോൾ ഈ യോഹന്നാൻ്റെ 1-ാം ലേഖനം വായിച്ച് 3-ാം അധ്യായത്തിൽ എത്തിയപ്പോൾ ആ 3-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളിൽ അവരിങ്ങനെ വായിച്ചു പോകുമ്പോൾ അവരുടെ തൻ്റെ ശ്രദ്ധ ആ വാക്കുകളിൽ ഒന്ന് ഉടക്കി. അവിടെ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, വായിച്ചപ്പോൾ നമ്മുടെ കർത്താവ് വരും പ്രത്യക്ഷനാകും എന്ന് പറയും. നമ്മുടെ കർത്താവ് വരും. അപ്പോൾ കർത്താവ് വരുമെന്നുള്ളത് തന്നെ വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് അഗ്നിശോധനയിലൂടെ കടന്നു പോകുന്ന ഈ ദൈവജനത്തോടുള്ള ബന്ധത്തിലും നമ്മോടുള്ള ബന്ധത്തിലും കർത്താവ് വരും എന്നുള്ളത് എല്ലാ കാലത്തും ആശ്വാസം നൽകുന്ന ഒരു കാര്യം. നാം പാടിയ പാട്ടും അത് തന്നെയായിരുന്നല്ലോ. തുടർന്ന് അവർ വായന മുന്നോട്ട് പോയപ്പോൾ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണും. ഇത്ര നാളും നാം വിശ്വാസ കണ്ണുകളാലാണ് കാണുന്നത്. അവൻ അടുത്തുണ്ട് എന്നുള്ള ആ ബോധ്യത്തിൽ നാം ദിനംതോറും ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ നാം ശരിക്കും അവൻ്റെ രൂപം കണ്ടിട്ടില്ല. മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനാണ്. അവൻ്റെ ദിവ്യ സൗന്ദര്യമാണ് ഈ പാരിടത്തിൽ നമ്മുടെ ആമോദ വിഷയം. എന്നാൽ അത് ആക്ഷരികമായി നാം ഇതുവരെ കണ്ടിട്ടില്ല. എന്നാൽ നാം അത് കാണും. ആ ചിന്ത, വരും എന്നുള്ള ചിന്ത തന്നെ അവരെ സന്തോഷവാന്മാരാക്കി. മാത്രമല്ല അവനെ കാണും. വരുമ്പോൾ നാം അവനെ ആയതുപോലെ തന്നെ കാണും. പിന്നെയും അവർ വായിച്ചപ്പോൾ അത് അവരെ ഒന്നുകൂടെ സന്തോഷിപ്പിച്ചു. അതെന്താണെന്ന് നമുക്കറിയാവുന്നതാണ്. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും. നമ്മുടെ ഈ പരിമിതികളൊക്കെ മാറും. ഈ പ്രശ്നങ്ങളൊക്കെ തീർന്ന് നാം അവനെ പോലെ ഈ ദിനംതോറും മരിച്ച് ജീവിക്കുന്നതിൻ്റെ സ്ട്രഗിളൊക്കെ തീർന്ന് നാം അവനെ പോലെ അവൻ്റെ ജീവൻ സമൃദ്ധമായി നമ്മിൽ വെളിപ്പെടുന്ന മനോഹരമായ ആ രംഗം ആ കാര്യം ഓർത്ത് അവർ സന്തോഷിച്ചത് ജയൻ ഡാർബിയുടെ കമൻട്രി നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പ്രത്യക്ഷനാകും എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം അവിടെ നിന്നും നോക്കുമ്പോൾ കർത്താവ് പരിശോധിക്കും. നേരത്തെ പറഞ്ഞതുപോലെ എങ്ങനെ പരിപാലിച്ചു, എങ്ങനെ പരിപാലിച്ചില്ല, ഞാൻ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതല്ലേ, ആ രീതിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. നാം അത് എബ്രായ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. എന്നാൽ പരിപാലന വരമുള്ളവരോട് മാത്രമല്ല, നമ്മോടുള്ള ബന്ധത്തിലും നാം ഈ തലമുറയിൽ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് എങ്ങനെ ചെയ്തു, അതാണ് വളരെ ഏത് ആറ്റിറ്റ്യൂഡിൽ ചെയ്തു എന്നുള്ളത് പരിശോധിക്കപ്പെടും, വിലയിരുത്തപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. മാത്രമല്ല അത് തന്നിടും. നാം അവൻ്റെ നാമത്തോട് കാണിച്ച സ്നേഹത്തിന് ന്യായമായത് അവൻ നൽകും എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പ്രത്യാശയോടുകൂടെ ഈ ശുശ്രൂഷയിൽ ഏർപ്പെടണം. അല്ലെങ്കിൽ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കും. അവൻ വരും, അവനെ ഞാൻ കാണും, അവനെപ്പോലെ ആകും. ഈ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കുന്ന രംഗങ്ങളൊക്കെ തീരും. ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചു കൊണ്ട് വേണം ശുശ്രൂഷ ചെയ്യാൻ എന്നുള്ളത് നമുക്ക് അവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഞാൻ ഈ കാര്യം വായിച്ചപ്പോൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഒരു പുസ്തകത്തിൽ ഇടയന്മാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വായിക്കാനിടയായിട്ട് തീർന്നു.
ഇതിൽ ചിലത് നമുക്ക് അപ്ലിക്കബിൾ അല്ല എങ്കിൽ തന്നെയും ഇടയന്മാർക്കാണ് ഇത് അപ്ലിക്കബിൾ ആകുന്നത്. എന്നാൽ നമ്മെ സംബന്ധിച്ച് ഈ ആറ്റിറ്റ്യൂഡൊക്കെ പാലിക്കാൻ ശ്രമിക്കുന്നത് നല്ലതാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് എഴുതിയത് നിങ്ങൾ പ്രദർശിപ്പിക്കുന്നു എന്ന് മാത്രമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന 20 കൂട്ടം കാര്യങ്ങളിൽ 10 എണ്ണമാണ്. ഒന്ന് മേയ്ക്കണം എന്ന് വെച്ചാൽ അവർക്ക് പ്രോപ്പറായ ഫുഡ് കൊടുക്കണം എന്നുള്ളതാണ്. ഒന്നാമത്തെ ജോലി അതാണ്, പ്രോപ്പറായിട്ടുള്ള ഫുഡ് കൊടുക്കണം. ആടുകൾക്ക് അവരുടെ ആവശ്യമനുസരിച്ച്, നമുക്കറിയാം ഓരോ ആഴ്ചയിലും ഇവിടെ വരുന്നവർ, ഓരോ ജീവിത സാഹചര്യങ്ങളിലൂടെ അവർ കടന്നു പോകുന്നവർ, അവർ സമ്മിശ്രമായ അനുഭവമുള്ളവരാണ്. ഒരു എഴുത്തുകാരൻ എഴുതിയിരിക്കുന്ന പോലെ സഞ്ചരിക്കുന്ന അഗ്നിപർവ്വതങ്ങളാണ് പലരും. അങ്ങനെയുള്ളവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം കൊടുക്കേണ്ടുന്ന പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ഉത്തരവാദിത്തമാണ് അവരെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. അതിലൊന്നാണ് മേയ്ക്കുക എന്ന് വെച്ചാൽ ആവശ്യമായ ഫുഡ് കൊടുത്തില്ലെങ്കിൽ ആരോഗ്യമുണ്ടാവുകയില്ല. നാം ലേഖനത്തിൽ വായിക്കുന്നുണ്ട്, അവർ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിട്ട് തീരണം. എങ്ങനെയാണ് വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായിട്ട് തീരുക? ദൈവത്തിൻ്റെ വചനം ഉള്ളതുപോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടണം. അങ്ങനെയുള്ള ശുശ്രൂഷകളിലൂടെ ഫുഡ് കൊടുക്കണം. അങ്ങനെ ഫുഡ് കൊടുക്കുമ്പോൾ അവർ ആരോഗ്യമുള്ളവരായിട്ട് കാണപ്പെടും എന്നുള്ളതാണ്. അപ്പോൾ പ്രഥമവും പ്രധാനവുമായൊരു ശുശ്രൂഷ എന്ന് പറയുന്നത് അവർക്ക് നല്ല ഫുഡ് കൊടുക്കണം. അതുമാത്രമല്ല, അതാണ് പ്രാരംഭമായിട്ട് ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാൻ സാധിക്കും. പിന്നീട് യെഹെസ്കേൽ പ്രവചനത്തിലൊക്കെ 34-ാം അധ്യായം നാം വായിക്കുമ്പോൾ ഒരു ഇടയൻ്റെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നമുക്കും അപ്ലിക്കബിൾ ആണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ബലഹീനമായതിനെ ശക്തിപ്പെടുത്തണം, കാണാതെ പോയ ആടിനെ അന്വേഷിക്കണം, ചിതറിപ്പോയതിനെ തിരിച്ചു വരുത്തണം, ദീനം പിടിച്ചതിനെ ചികിത്സിക്കണം, ഒടിഞ്ഞതിനെ മുറിവ് കെട്ടണം. ഇതൊക്കെ യെഹെസ്കേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നതാണ്. പോറ്റി ഓമനിക്കണം. അതായത് ഒരു അമ്മയുടെയും ഒരു പിതാവിൻ്റെയും മനസ്സുള്ളവരായിരിക്കണം എന്നുള്ളത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നടത്തണം, ലീഡ് ചെയ്യണം, അതുപോലെ തന്നെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കണം, ജാഗരിക്കണം. മാത്രമല്ല പ്രോത്സാഹിപ്പിച്ച് ഉത്സാഹിപ്പിക്കണം, അധ്വാനിക്കണം, അധ്യക്ഷത ചെയ്യണം, ആലോചനകൾ നൽകണം, കാര്യങ്ങൾ ആലോചിക്കണം, നന്നായി ഭരിക്കണം, രോഗികളെ സന്ദർശിക്കണം, സുവിശേഷീകരണത്തിൽ പങ്കുചേരണം, കണ്ണുനീരിൻ്റെ ശുശ്രൂഷ ഉണ്ടായിരിക്കണം, സഭയിൽ ശിക്ഷണം നടത്തണം. അപ്പോൾ ഈ എഴുത്തുകാരൻ എഴുതിയത് ഞാൻ വായിച്ചപ്പോൾ എന്തു വലിയ ശുശ്രൂഷയായത്, എത്ര ഗൗരവമുള്ള ശുശ്രൂഷയാണ് ഇത് എന്നുള്ളത് ഓർക്കാനായിട്ട് ഇടയായിട്ട് തീരുന്നു. അപ്പോൾ ഈ ഉത്തരവാദിത്തങ്ങൾ അവർക്ക് മാത്രമല്ല നമുക്കൊക്കെ ചെയ്യുവാനായിട്ട് ഇടയായിട്ട് തീരണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ ഇടയൻ ശുശ്രൂഷ വരമുള്ളവരുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ അത് നമ്മിൽ വെളിപ്പെടും, അത് നേതൃത്വത്തിന് ബോധ്യപ്പെടും. അപ്പോൾ അവർ നമ്മെ അതിൽ നിയമിക്കാൻ ഇടയായിട്ട്. അതല്ലാതെ ഒരു ആലോചന മീറ്റിംഗ് കൂടി ചിലരെ തിരഞ്ഞെടുത്തു, ചിലരെ പുറത്താക്കി, ആ സിസ്റ്റം തിരുവഴുത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നില്ല. ഈ മൂലഭാഷയിലെ പദം നാം പരിശോധിക്കുമ്പോൾ തന്നെ ആ പദം തന്നെ, ഉദാഹരണം പറഞ്ഞാൽ സ്നാനത്തിൻ്റെ പദത്തിൽ മൂലഭാഷയിൽ തന്നെ എപ്രകാരമാണ് സ്നാനപ്പെടുത്തേണ്ടതെന്നുള്ളത് വ്യക്തമാകുന്നത് പോലെ തന്നെ മൂപ്പന്മാരുടെ നിയമനത്തോടുള്ള ബന്ധത്തിലും അത് വാസ്തവമാണ്. അപ്പോൾ ഇത്രയും ഗൗരവമുള്ള ഒരു ശുശ്രൂഷയാണ് ഇത് നമുക്കത് വരമുണ്ടെങ്കിൽ ഇത് നാം ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ ജീവൻ നമ്മിലൂടെ വെളിപ്പെടുമ്പോൾ അതവർ തിരിച്ചറിഞ്ഞ് നിയമനം നടത്താനിടയായിട്ട്. അതല്ലാതെ നേരത്തെ ചിന്തിച്ചതുപോലെ അംഗീകാരം ലഭിക്കാനായിട്ട് മനുഷ്യരാലുള്ള അപ്രീസിയേഷന് വേണ്ടി ഉള്ള ശ്രമങ്ങളൊക്കെ അപകടത്തിലേക്കും സഭയുടെ പുരോഗതിയെ ക്ഷീണിപ്പിക്കുന്നതിനും കാരണമായിട്ട് തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇവിടെ ഇന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം എന്ന് പറയുന്നത്, ഈ 4 വാക്യങ്ങൾ വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ച ഒരു പാഠം എന്ന് പറയുന്നത് പ്രധാനമായിട്ട് മൂപ്പന്മാരോടുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നതെങ്കിലും നമുക്കും ഇതിൽ നിന്ന് പാഠങ്ങൾ എടുക്കാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കണം ഞാനും നിങ്ങളും. എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് 3 കുറിപ്പുകളാണ് പറഞ്ഞത്. പ്രബോധനത്തിലൂടെ അത് സാധിക്കേണ്ടതാണ്, പരിപാലനത്തിലൂടെ അത് സാധിക്കണം, അതുപോലെ പ്രത്യാശയോടുകൂടെ അത് ചെയ്യാനിടയായിട്ട് തീരണം. അതിനായിട്ട് വചനം പറഞ്ഞ എന്നെയും കേട്ട നിങ്ങളെയും ദൈവത്തിൻ്റെ ആത്മാവ് സഹായിക്കുമാറാകട്ടെ.